അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ പേരിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ സ്കാമുകളിലൊന്നും പോയി വീഴാതിരിക്കാനും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നല്ല ഒരു റിയലൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ പല കാറ്റഗറീസ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാർജ് ക്യാപ്പ്, ELSS, സ്മോൾ ക്യാപ്പ്, ഇൻഡെക്സ്, ഇങ്ങനെ ഇഷ്ടം പോലെ കാറ്റഗറീസ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ബേസിക് കാറ്റഗറീസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പക്ഷേ നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് വരുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നായിരിക്കും. ഒരിക്കലും ചെയ്യരുത്. ഓരോ ആളുകളും ചൂസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കാം. അതും അവരുടെ ഏജ് വെച്ച് വരെ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമുക്ക് ചേരുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ലൈക്ക് ഇപ്പൊ നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പോയി സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ എനിക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി ഞാൻ ആദ്യം ചൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കാറ്റഗറിയിൽ തന്നെ ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്. നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന കാറ്റഗറി മേ ബി നമ്മൾ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലാർജ് ക്യാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്. ആ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും എനിക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട് ഞാൻ എങ്ങനെ ചൂസ് ചെയ്യും എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് 2 സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് 1, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളാണ് എന്ന് കരുതുക. എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് 100 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തെങ്ങ് വെക്കാം. ഇപ്പോൾ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 വർഷമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനായിട്ട്. ഇനി അതല്ല, ഞാൻ ഇഞ്ചി കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എല്ലാ വർഷവും വിളവെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് കൂടുതൽ ശ്രദ്ധ വേണം. പക്ഷെ തെങ്ങ് പോലെ എനിക്ക് കാലാകാലം ഒന്നും അത് എനിക്ക് ഒന്നും തന്നുകൊണ്ടിരിക്കില്ല. കാരണം ഒരു വർഷം അത് നട്ട് കഴിഞ്ഞാൽ ആ വർഷം അതിൽ നിന്നും എനിക്ക് ലാഭം കിട്ടും. അതിനുശേഷം അടുത്ത വർഷം ഞാൻ വീണ്ടും അത് നടേണ്ടതായിട്ട് വരും. ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 100 കണക്കിന് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള 1 ഏക്കർ സ്ഥലത്തിന് ഞാൻ 30 സെന്റ് ബാക്കിയുള്ള 40 സെന്റ് ആയിട്ട് തിരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു കൃഷി ആദ്യത്തെ 30 സെന്റ് ചെയ്യാം. തീരെ റിസ്ക് ഇല്ലാത്ത ഒരുപാട് ലോങ് ടേമിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുന്ന തേക്ക്, മാവ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു 30 സെന്റിൽ എനിക്ക് നടാം. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ചേരുന്ന തരത്തിലുള്ള കൃഷി എനിക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സും. നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 100 രൂപയുണ്ടെങ്കിൽ നമുക്ക് ആ 100 രൂപയും ഒരു സ്ഥലത്ത് തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണ് നമുക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പല സ്ഥലത്തായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ അസറ്റ് ക്ലാസ്സും പിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് അസറ്റ് ക്ലാസ് പിക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാത്തത്, ഈ എല്ലാ ഇൻഫർമേഷനും കൂടെ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ കൂടെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നൗ സ്റ്റെപ്പ് 2, ഒരു മ്യൂച്വൽ ഫണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചൂസ് ചെയ്ത കാറ്റഗറി മിഡ് ക്യാപ്പ് ആണ് എന്ന് കരുതുക. ആ കാറ്റഗറി ഞാൻ ഫിക്സ് ചെയ്തു. എനിക്ക് അവിടെ വരെയുള്ള റിസ്ക് എടുക്കാം എന്നും ഞാൻ ഫിക്സ് ചെയ്തു. സ്റ്റെപ്പ് 1 ഓക്കെ ആയി. ഇനി സ്റ്റെപ്പ് 2, മിഡ് ക്യാപ്പിലുള്ള ഇഷ്ടം പോലെ മ്യൂച്വൽ ഫണ്ട്സ് കാണും. ഇതിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ഞാൻ ചൂസ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഓരോ മ്യൂച്വൽ ഫണ്ടിന്റെ മെട്രിക് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ 2 വീഡിയോയിലേക്കുള്ള റെഫറൻസ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു വീഡിയോ അതും കൂടെ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓരോ മെട്രിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ പോർഷൻ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാം. അതിനുശേഷം അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വളരെ റാൻഡം ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യാൻ പോവാണ്. ഇതൊരു സജഷൻ ഒന്നുമല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാൻ വളരെ റാൻഡം ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടാണ് പിക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ മെട്രിക്കിലേക്ക് പോവാം. ആദ്യം റിസ്ക് മെഷർ ചെയ്യുന്ന മെട്രിക് ബീറ്റ. അപ്പോൾ ബീറ്റ എന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോ കണ്ടിട്ട് വരും. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്റ എന്ന് പറയുന്ന ഒരു മെട്രിക് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടു, നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ബീറ്റ 1 ആണ് അല്ലെങ്കിൽ 0.5 ആണ്, അങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ പറയുന്നുണ്ട് ബീറ്റ കുറവാണെങ്കിൽ റിസ്ക് കുറവാണ്, ബീറ്റ കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലാണ് എന്ന്. പക്ഷേ ഒരു വളരെ സാധാരണക്കാരൻ എന്നുള്ള തരത്തിൽ കാൽക്കുലേഷനിലോട്ടോ മ്യൂച്വൽ ഫണ്ടിന്റെ വലിയ വലിയ ടേംസിലോട്ടൊന്നും കടന്നു പോകാതെ ഞാനൊന്നും ചിന്തിച്ചപ്പോൾ എനിക്കിതിൽ ഒരു സെൻസും ഉണ്ടാക്കിയില്ല. ഇപ്പം ഞാനെടുത്തൊരു മ്യൂച്വൽ ഫണ്ടിന് 1.5 ആണ് ബീറ്റ എന്ന് വയ്ക്കുക. 1.5 ആണെങ്കിൽ അത് റിസ്കിയാണ്. റിസ്കി കമ്പയർഡ് ടു വാട്ട്? റിസ്കി ഫോർ ഹും? ആർക്ക്? എനിക്ക് റിസ്ക് ആണോ, നിങ്ങൾക്ക് റിസ്ക് ആണോ? ഇത് 1.5 ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും റിസ്കി ആണെന്നാണോ അതിൻ്റെ അർത്ഥം? എനിക്ക് അതിൽ ഒട്ടും സെൻസ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ ബീറ്റ എന്ന് പറയുന്ന സംഭവം ഈ മ്യൂച്വൽ ഫണ്ടിന്റെ റിസ്കിനെ അല്ല കാണിക്കുന്നത്. മറ്റൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിന് റിസ്ക് കൂടുതലാണോ കുറവാണോ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മറ്റൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്.
നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറി ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിയാലും ആ മ്യൂച്വൽ ഫണ്ടിന് ഒരു ബെഞ്ച് മാർക്ക് കാണും. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യാനുള്ള മറ്റൊരു സാധനം. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിന് 1 ആണെങ്കിൽ സെയിം റിസ്ക് ആണ്, 1.5 ആണെങ്കിൽ അതിനേക്കാൾ റിസ്ക് ആണ്, അല്ലെങ്കിൽ 0.5 ആണെങ്കിൽ അതിൻ്റെ അത്ര റിസ്ക് ഇല്ല എന്ന് മാത്രമാണ് ഈ ബീറ്റ കൊണ്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് വെച്ച മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് പ്രാക്ടിക്കലി എങ്ങനെ അത് അനലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ കാണുന്നത് HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ റാൻഡമായിട്ട് പിക്ക് ചെയ്തൊരു ഫണ്ടാണ്. ഈ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ആണ് എന്ന്. അതിനുശേഷം നമുക്കതിൻ്റെ പെർഫോമൻസ്, റിട്ടേൺ അനാലിസിസ്, പിന്നെ NAVയുടെ മൂവ്മെന്റ്, ഇതെല്ലാം ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഇതേ കാറ്റഗറിയിൽ പെടുന്ന മറ്റ് സ്റ്റോക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ബീറ്റയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.88. ഇതേ കാറ്റഗറിയിൽ പെടുത്ത മറ്റുള്ള ഫണ്ട്സിന്റെ കാറ്റഗറി ആവറേജ് 0.89 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പെർഫോമൻസ് മെഷർ ചെയ്യുന്ന മെട്രിക്കാണ് ആൽഫ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ റിസ്ക് മാത്രം നമുക്ക് കമ്പയർ ചെയ്തൊരു കാര്യമില്ല, ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസും കൂടെ മനസ്സിലാക്കാനായിട്ട് ക്രൈറ്റീരിയ നമുക്ക് വേണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺസും നമ്മുടെ ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസും നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ബീറ്റയുടെ വാല്യൂ അറിയാം, 0.75 ആണെന്ന് വയ്ക്കുക. ഇനി വേറൊരു ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ്. റിസ്ക് ഫ്രീ റേറ്റ് നമ്മുടെ ട്രഷറി ബില്ലിന്റെ റിട്ടേൺസ് ആണ് എടുക്കുന്നത്. ഈ ട്രഷറി ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും റിസ്ക് ഇല്ലാത്ത, നമ്മുടെ ഈ ഡെറ്റ് ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ട്രഷറി ബിൽ അല്ലെങ്കിൽ T ബിൽ എന്ന് പറയുന്നത്. അതിന്റെ റിട്ടേൺസ് 4% ആണ്. അപ്പോൾ അത് ഒട്ടും റിസ്ക് ഇല്ലാത്ത ഒരു തരം ഇൻവെസ്റ്റ്മെന്റ് ആണത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ റിസ്ക് 4%, നമ്മൾ അതും കൂടെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ഇക്വേഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൽഫ കിട്ടും. ആൽഫ കൂടുന്നതനുസരിച്ച് ആ മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് ബെറ്റർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ആൽഫയുടെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺസിനെ അതിന്റെ ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് റിട്ടേൺസും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ആൽഫ എന്താണെന്ന് മനസ്സിലായി. നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വെബ്സൈറ്റിൽ ഒന്നുകൂടെ കയറി ആൽഫ എത്രയാണെന്ന് നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആൽഫ ഇവിടെ എഴുതിയിരിക്കുന്നത് 5.81 എന്നാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ബീറ്റ വാല്യൂ 0.85 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റിൽ ഈ രണ്ട് വാല്യൂവിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല വെബ്സൈറ്റുകളിലും കയറി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ഫണ്ടിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഇതൊന്നും കാണില്ല. കാരണം ഈ വാല്യൂസ് എല്ലാം പല വെബ്സൈറ്റുകളും അവരുടേതായിട്ടുള്ള റിസർച്ച് നടത്തി കണ്ടെത്തുന്ന നമ്പേഴ്സാണ്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈ മ്യൂച്വൽ ഫണ്ടിന്റെ റിസ്കിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹൈ ആണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് അത്യാവശ്യം റിസ്കിയുമാണ്, വോളട്ടൈലുമാണ് എന്നാണ് പറയുന്നത്. ഈ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഫണ്ടിന്റെ വില പെട്ടെന്ന് മുകളിലോട്ടും പെട്ടെന്ന് താഴോട്ടും ഒക്കെ വരും, സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ. ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലായി. നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും 13.73 ആണ് എന്ന്. ഇനി നാലാമത്തെ മെട്രിക് ഷാർപ്പ് റേഷ്യോ. ഈ ഷാർപ്പ് റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മ്യൂച്വൽ ഫണ്ടും നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ച് എത്രത്തോളം റിട്ടേൺസ് നമുക്ക് തരുന്നുണ്ട് എന്നൊരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഷാർപ്പ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് എ, മ്യൂച്വൽ ഫണ്ട് ബി ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എ ഹൈലി റിസ്കിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 10% റിട്ടേൺസ് കിട്ടിയെന്ന് നോക്കിയാൽ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ബി എന്ന് പറയുന്ന മറ്റൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മീഡിയം റിസ്കി ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആണെന്ന് നോക്കിയാൽ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ 9% റിട്ടേൺസ് കിട്ടി എന്ന് വെക്കുക. മ്യൂച്വൽ ഫണ്ട് എ 10% റിട്ടേൺസ് തന്നതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എ ആണ് നല്ലത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് പോലും എനിക്ക് 1% എക്സ്ട്രാ റിട്ടേൺസ് മാത്രമാണ് കിട്ടിയത്. ഷാർപ്പ് റേഷ്യോയുടെ ഈക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ എടുക്കുന്ന റിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ടോ, ഒരു റിസ്ക്കും റിട്ടേൺസും തമ്മിലുള്ള ബാലൻസ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് നമുക്ക് ഷാർപ്പ് റേഷ്യോ ഉള്ളത്. ഷാർപ്പ് റേഷ്യോ എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാർപ്പ് റേഷ്യോ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും ഷാർപ്പ് റേഷ്യോ 1.42 ആണ് എന്ന്. ഈ റേഷ്യോസ് ഒക്കെ എന്താണ്, ഇതൊക്കെ പ്രാക്ടിക്കലി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഈ റേഷ്യോസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ പല ഫണ്ടുകൾ എടുത്തു വെച്ചിട്ട് ഈ റേഷ്യോ വെച്ചിട്ട് നല്ല ഫണ്ടുകൾ നമുക്ക് ചേരുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയും ഉറപ്പായിട്ടും ചെയ്യാം. ഇനി അഞ്ചാമത്തത് ക്യാപ്ചർ റേഷ്യോ. ക്യാപ്ചർ റേഷ്യോ എന്താണ് എന്ന് കണ്ടിട്ട് വരും. നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബെഞ്ച് മാർക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോയേക്കാം. ഈ ബെഞ്ച് മാർക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്ന ആ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ എത്രത്തോളം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്യാപ്ചർ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബെഞ്ച് മാർക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മളെടുത്ത മ്യൂച്വൽ ഫണ്ട് മുകളിലോട്ട് തന്നെ പോകണം.
പക്ഷേ നമ്മുടെ ബെഞ്ച് മാർക്ക് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എടുത്ത മ്യൂച്വൽ ഫണ്ട് താഴോട്ട് പോകാൻ പാടില്ല. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളത്. അപ്പോൾ ഈ ക്യാപ്ചർ റേഷ്യോയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബെഞ്ച് മാർക്ക് 100% മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ 100% മുകളിലോട്ട് പോകും. പക്ഷേ താഴോട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10% മാത്രമേ ഇത് താഴോട്ട് വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ക്യാപ്ചർ റേഷ്യോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിന് അത്യാവശ്യം കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ട് തന്നെ റോളിംഗ് റിട്ടേൺസ് നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിനുശേഷം നോക്കേണ്ടതാണ് എക്സ്പെൻസ് റേഷ്യോ, TER എന്ന് പറയും. നമ്മുടെ ഹോൾ കാറ്റഗറിയിലെ ഏറ്റവും എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞൊന്നും പിക്ക് ചെയ്യണമെന്നില്ല. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ TER ഏറ്റവും കുറവ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഓൾറൈറ്റ്, അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട മെട്രിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിനെ സ്കാമിൽ പോയി നമ്മൾ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, ലോകത്തിലുള്ള ഒരാൾക്കും ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി പിക്ക് ചെയ്ത് തരാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റായിട്ടുള്ള വാഗ്ദാനം മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് അതാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഞാൻ ഈ ആദ്യത്തെ 2 പോയിന്റ് പറഞ്ഞപ്പോൾ ഇത്രയും നേരം ഈ മ്യൂച്വൽ ഫണ്ടിന്റെ വീഡിയോ എന്തിനാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടേതായിട്ട് ചെയ്യുന്ന റിസർച്ചും ഒക്കെ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുക. എക്സ്പേർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ച് അവർക്കൊരു ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ നിങ്ങളാണ് ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുക. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്താതെ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിലവിലുള്ള ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട്, വലിയ നഷ്ടമൊന്നും വരാത്ത തരത്തിൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് നല്ല മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഈ 3 ഫണ്ട് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 3 to 4 ഫണ്ട് വരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും പല ഗോൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള ഗോൾസ് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കേണ്ട. നിങ്ങളുടെ ഗോൾസിന് അലൈൻ ആവുന്ന ആ മ്യൂച്വൽ ഫണ്ട് വെച്ച് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അത്യാവശ്യം റിട്ടയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൈസയൊക്കെ കയ്യിൽ വേണം എന്നും കരുതുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ഏർലി റിട്ടയർ ചെയ്യണം എന്നും പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 to 4 ഫണ്ട് പോർട്ട്ഫോളിയോ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് പൈസ വേണമെന്നോ അതല്ല നിങ്ങളുടെ ഗോളെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പോർട്ട്ഫോളിയോ നിങ്ങൾക്കുള്ളതല്ല. അങ്ങനെയാണ് ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നത്, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല, ഇതൊരു റെക്കമെൻഡേഷനും അല്ല. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, ഞാൻ ആ പറഞ്ഞ 3 to 4 മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം. ഒന്നാമത്, ഇൻഡെക്സ് ഫണ്ട്. ഒരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യുക ലോങ് ടേം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. രണ്ടാമത്, ഏതെങ്കിലും ഒരു മിഡ് ക്യാപ്പിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രോത്ത് തരും. ഇനി മൂന്നാമത്, ലിക്വിഡ് ഫണ്ട്. ഇത് ലോവർ റിസ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രിസർവ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി നാലാമത്, ഗോൾഡ് ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ETF. നിങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷനെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഏത് തരത്തിലുള്ള ഗോൾസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ഗോൾസ് ഉള്ളവർ മാത്രം ഇത് പിക്ക് ചെയ്യുക. ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്, നിങ്ങൾക്ക് ഞാൻ തന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും താഴെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും. എനിക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോയിലേക്കാളും നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.